സൂറത്തുൽ ഖാഫ് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. അത് ഭയങ്കര ഗൗരവത്തിൽ അല്ലാഹു തആല പറയുന്ന ചില കാര്യങ്ങളാണ്. ഹിസാബിന്റെ, വിചാരണയുടെ, അതുപോലെ തന്നെ നരകത്തിന്റെ, അതുപോലെ തന്നെ നരകത്തിൽ കടന്നാൽ ചില ആളുകൾ വിളിച്ചു കൂകും, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തേ, ഞാൻ ഇനി ചെയ്യൂല, എനിക്കൊന്ന് ദുനിയാവിലേക്കൊന്ന് ഒരു മടക്കം തരുമോ, ഞാൻ നന്നായിക്കോളാം എന്നൊക്കെ പറയുന്ന, എന്താ പറയുക, ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അദാബിനെ പറ്റി പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഖാഫ്. മറ്റൊരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ. നമ്മളൊക്കെ സൂറത്തുൽ റഹ്മാനേക്കാൾ കൂടുതൽ ആളുകൾ സൂറത്തുൽ വാഖിഅ ഓതാറുണ്ട്. ദാരിദ്ര്യം നീങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ഈ സൂറത്തുൽ വാഖിഅയിൽ എന്തൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളം പറയുന്നുണ്ട്, നരകത്തെ പറ്റി പറയുന്നുണ്ട്. നരകത്തിൽ കിടക്കുന്ന ആളുകൾ അവർ പല പല തട്ടുണ്ട്. നരകത്തിന് 7 തട്ടുണ്ട്, സ്വർഗത്തിന് പല പല തട്ടുകളുണ്ട്, സ്വർഗത്തിൽ കിടക്കുന്ന മനുഷ്യർക്ക് പല അവസ്ഥകളുണ്ട്. അതൊക്കെ വിശദീകരിച്ച് പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. നമ്മളൊക്കെ ചുമ്മാ അങ്ങനെ ചുമ്മാ എന്ന് പറഞ്ഞ് ഓതി പോകുന്ന ഒരു സൂറത്താണ്. അങ്ങനെയല്ല, അത് നിർത്തി അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ പല ആൾക്കാരും ചോദിക്കും, ഉസ്താദ് ഞങ്ങൾക്ക് ഈ ഖുർആന്റെ അർത്ഥം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യും? നമ്മൾ സുന്നി ഉസ്താദുമാർ എഴുതുന്ന ഖുർആൻ പരിഭാഷയല്ല, ഖുർആൻ വ്യാഖ്യാനമുണ്ട്, വ്യാഖ്യാനം. അതൊക്കെ നിങ്ങൾക്ക് ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് ഓതി അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്.